ഡോക്ടർ ബി ജയരാജ്, ഭാരതാംബയുടെ ഛായാചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിക്കണമെന്നോ അല്ലെങ്കിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്നോ ഭാരതാംബയെ പൂജിക്കണമെന്നോ ഭാരതാംബയെ പുകഴ്ത്തണമെന്നോ എന്നൊന്നും ആർക്കും ഒരു നിർബന്ധവുമില്ല. പക്ഷേ ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഇകഴ്ത്താതിരുന്നു കൂടെ? ഇതിനകത്തുള്ള വിഷയം എന്താണെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് മുഖ്യമന്ത്രി തൻ്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ്. ഒന്നാമത്, ഗവർണറുടെ രാജ്ഭവൻ എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് ഓഫീസാണ്. ഗവൺമെൻറ് ഓഫീസിൽ നമ്മൾ വയ്ക്കുന്ന ഓരോ ചിത്രങ്ങൾക്കും അവിടെ ഗവൺമെൻറ്റൽ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഗവർണറിൻ്റെ ഏതെങ്കിലും ഒരു പരിപാടി നടത്തുകയാണെങ്കിൽ ഏത് ചിത്രം കൊണ്ട് വയ്ക്കാം. ഗവർണറിന് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. 40 വർഷത്തോളം അദ്ദേഹം RSS പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ആ ചിത്രത്തിനെയൊക്കെ ആരാധിക്കാനോ അല്ലെങ്കിൽ പ്രദർശിപ്പിക്കാനോ ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ അദ്ദേഹം വെക്കട്ടെ. പക്ഷേ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പോലുള്ള ഒരു പരിപാടിയിൽ കുട്ടികൾ പങ്കെടുക്കുന്നതിനകത്ത് ഇന്ത്യയുടെ മാപ്പ് വരെ വികലമായൊരു മാപ്പാണ്. അതിനകത്ത് കാശ്മീർ ഇല്ല, പാകിസ്ഥാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് കാവി ഈ കൊടിയും പിടിച്ചുകൊണ്ട് ഒരു സ്ത്രീ നിൽക്കുന്നു, ഇത് ഭാരതാംബയാണെന്ന് പറയുന്നു. ഇതേ ചോദ്യം തന്നെ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്. MF ഹുസൈൻ്റെ ഒരു അബ്സ്ട്രാക്ട് പെയിൻറ്റിംഗ് ആണ് അത്. സരസ്വതി എന്ന് പറഞ്ഞിരുന്നെങ്കിലും സരസ്വതി എന്ന് പറയുന്ന കൈ കാലോ ഒന്നും വ്യക്തമായിട്ടൊന്നും അറിയാൻ പറ്റുന്ന ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള പെയിൻറ്റിങ്ങിൻ്റെ പുറത്താണ് ആ പാവപ്പെട്ട മനുഷ്യന് ലോകം കണ്ട ഏറ്റവും വലിയ ചിത്രകാരനായ ഇന്ത്യയുടെ സംഭാവനയായ MF ഹുസൈനെ നാട് കടത്തിയിട്ട് അദ്ദേഹം ഖത്തറിൽ പോയി കിടന്ന് മരിക്കണമെന്നൊരു ഗതികേടുണ്ടായിരുന്നു. എന്നിട്ടാണ് അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തെന്ന് ഇവിടെ ഒരു പരാമർശം കേട്ടത്. അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങൾക്കും മറുപടി അർഹിക്കുന്നില്ല. അതിനൊരു ഡിബേറ്റിന് ഞാനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും അർത്ഥസത്യങ്ങളും പിന്നെ ഈ പറഞ്ഞ കണക്കുപോലെ കള്ളത്തരങ്ങളുമാണ്. അതിങ്ങനെ ആവർത്തിച്ച് 100 ആവർത്തി പറഞ്ഞാൽ ശരിയാവുന്നുള്ളൊരു ധാരണയിലാണ് RV ബാബു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഈ പറയുന്ന ഈ ആളുകൾ, ഈ പറയുന്ന സംഘപരിവാറിൻ്റെ ഏതെങ്കിലും ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഒരാളെങ്കിലും ജയിലിൽ കിടന്നിട്ടുണ്ടോ? സവർക്കർ എത്ര തവണയാണ് മാപ്പ് എഴുതി കൊടുത്തത്? ഇന്ത്യയിൽ ഡൽഹിയിൽ ആർക്കൈവ്സിൽ ഇരിപ്പുണ്ട് സവർക്കറിൻ്റെ. ആ സവർക്കറിനെയാണ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയുടെ ഓപ്പോസിറ്റ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ ഫോട്ടോയുടെ ഓപ്പോസിറ്റ് കൊണ്ടുവന്ന് സവർക്കറിനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. വീർ സവർക്കർ എന്നൊക്കെയുള്ള പേര് ഈ വീറൊക്കെ സ്വന്തമായിട്ടാണ്. വിമൽ കുമാർ എന്ന് എന്നെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു പുസ്തകം എഴുതിയിട്ട് വീരെന്ന് എഴുതിയതുകൊണ്ട് വീരല്ല, വീർ ശിവജി എന്നൊക്കെ പറയുന്ന പോലെ വീരനൊന്നും അല്ല സവർക്കർ എന്ന് ചരിത്രം വായിക്കുന്ന ഏത് വ്യക്തിക്കും മനസ്സിലാവുന്നതാണ്. ആ സവർക്കറിനൊക്കെ അവർ ആരാധിച്ചോട്ട് അവരുടെ രാഷ്ട്രീയ താല്പര്യമാണ്. പിന്നെ ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞത് ഇന്ത്യ ഇന്ത്യയുടേതെന്നും ചൈന ചൈനയുടേതെന്നും അവകാശപ്പെടുന്നൊരു ഭാഗം അത് ഒരു ടേബിളിൻ്റെ ചുറ്റും അപ്പുറം ഇപ്പുറം ഇരുന്ന് ചർച്ച ചെയ്ത് മാത്രമേ പരിഹരിക്കാനാവൂ. 2 ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് ഉണ്ടാവാൻ പാടില്ല. 2 പ്രാചീന സംസ്കാരങ്ങൾ തമ്മിലുള്ള ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം 2 രാജ്യങ്ങൾക്കും ഉണ്ടാവുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. അപ്പോഴേക്കത് രാജ്യദ്രോഹമായി, രാജ്യദ്രോഹത്തിന് ജയിലിലടക്കലായി. പിന്നീട് എന്താണ് സംഭവിച്ചത്? യുദ്ധത്തിലൂടെയാണ് അതിന് പരിഹാരം ഉണ്ടായത്. ഈ പറഞ്ഞ ചർച്ച ചെയ്ത് ബൈലാറ്ററൽ ടോക്സ് അല്ല, ഈ പറഞ്ഞതുപോലെ അത് ചർച്ചയിലൂടെ മാത്രമാണ് പരിഹാരപ്പെട്ടത്. ഇപ്പോൾ ഈ പറഞ്ഞ കണക്കുപോലെ പഹൽഗാമിൽ ഈ ഭീകരാക്രമണം ഉണ്ടായി. ഈ ഭീകരന്മാരെ ആരെയും പിടിച്ചില്ലെന്ന് മാത്രമല്ല, യുദ്ധത്തിലൂടെ അത് പര്യവസാനിപ്പിക്കാൻ പറ്റില്ല എന്ന്. യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ 25 വർഷം നമ്മുടെ രാജ്യം മുന്നോട്ട് പോകും. അവരുടെ കയ്യിൽ ആണവായുധം ഉണ്ടെന്നുള്ള നല്ല ബോധ്യം നമുക്കുണ്ട്. അപ്പോൾ ആ ഒരു യുദ്ധത്തിന് വേണ്ടി ഇപ്പം വാർ മോങ്കറിങ് ആളുകൾക്ക് വേണമെങ്കിൽ വാർ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പറയാം. പക്ഷേ അതല്ലല്ലോ സാഹചര്യം. നമ്മൾ ആ ഭീകരരെ തെരഞ്ഞു പിടിച്ച് അല്ലെങ്കിൽ ഭീകര പ്രസ്ഥാനങ്ങളെ വളർത്തുന്ന ഭീകരവാദികളെ അല്ലെങ്കിൽ പാകിസ്ഥാൻ മിലിറ്റൻസിൻ്റെ ഹെഡിനെയൊക്കെ ഇപ്പം ഇറാനിലൊക്കെ ചെയ്യുന്ന പോലെ അത്തരം മിലിറ്റൻസ് അല്ലെങ്കിൽ ഇൻ്റലിജൻറ്റ് ഏജൻസിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തത്. അത്തരത്തിലാണ് ആ ഓപ്പറേഷൻ നടന്നതും. അല്ലാതെ ഒരു മാസീവ് അറ്റാക്കിലോട്ടോ ജനങ്ങളെ മുഴുവൻ കൊന്നെടുക്കുന്ന രീതിയിലൊന്നും അത് പോയില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലത്ത് യുദ്ധങ്ങൾ നടക്കുന്നത്. യുദ്ധങ്ങൾ പരമാവധി ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളതാണ്. നമ്മൾ ക്ഷമിച്ച് ഒരു പരിധിയായതിനു ശേഷം പിന്നീട് ഇത്തരത്തിലുള്ള നോമാൻസ് ലാൻഡിൽ ഈ പറഞ്ഞ കണക്കുപോലെ പെട്ടെന്ന് കുറേ പേര് വരുന്നു, നിരപരാധികളായ ആളുകളെ വെടിവെച്ച് കൊല്ലുന്നു. പിന്നെ അതിൻ്റെ നറേഷൻ ജാതി ചോദിച്ചു മതം ചോദിച്ചു എന്നൊക്കെ പറയുന്നത് അതിൻ്റെ നറേഷൻ വേറെയാണ്. കാരണം അതിനൊന്നും അവിടെ സമയമില്ല. ഒരു ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് ജാതി എന്താടാന്ന് ചോദിച്ചിട്ടൊന്ന് കൊല്ലാനെന്നുള്ള സമയമില്ല. അത് വേറെ വിഷയം, അത് വേറെ നറേഷനാണ്. അതിനെ പൊളിറ്റിക്കൽ ഗെയിൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഇതെന്താണ് ഈ പ്രശ്നം? ഇത് മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് വിശദമാക്കിയതാണ്. കാര്യം ഭാരതാംബ എന്ന് പറയുന്ന അഭിനീന്ദ്രനാഥ് ടാഗോർ വരച്ചിട്ടുണ്ട്. അതൊരു ഹിന്ദു ദൈവത്തിൻ്റെ പോലെയാണ്. 4 കൈകളുള്ള ഒരു ഭാരതാംബയുടെ ചിത്രമാണ് അഭിനീന്ദ്രനാഥ് ടാഗോർ വരച്ച ഭാരതാംബയുടെ ചിത്രം. ഇങ്ങനെ ഓരോ കലാകാരന്മാരും അവർക്ക് താല്പര്യമുള്ള രീതിയിൽ വരയ്ക്കാറുണ്ട്. അതുപോലെ RSSൻ്റെ താല്പര്യം ഇതാണ്, കാവിക്കൊടി പിടിച്ച് ഞങ്ങളുടെ ഭാരതാംബ എന്ന് പറയുന്നത്. ഇന്ന് എന്തുകൊണ്ടാണ് BJPയുടെ വെബ്സൈറ്റിൽ നിന്ന് ആ മാപ്പിൻ്റെ ഭാഗം എടുത്ത് മാറ്റിയത്? മാപ്പ്
കൃത്യമായിട്ട് മാപ്പ് വെച്ചത്? പഴയ മാപ്പ് ഇല്ലാതെ ആണല്ലോ ഇന്ന് പോസ്റ്ററൊക്കെ ഇറങ്ങിയിരിക്കുന്നത്, ഇന്ന് ഫേസ്ബുക്കിലൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഓതൻറ്റിസിറ്റി എനിക്കറിയില്ല. അങ്ങനെ മാറ്റി എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ഞാൻ കണ്ടിരുന്നു. ഈ പറയുന്ന കണക്കുള്ള മാപ്പിനകത്തുള്ള ഈ ജോഗ്രഫിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ പറഞ്ഞ കണക്കുള്ള കുട്ടികളാണ് വരുന്നത്. ഇപ്പോൾ കുട്ടികളുടെ അടുത്ത് നമ്മൾ പണ്ട് ഇങ്ങനെ ആയിരുന്നു, എൻ്റെ പൂപ്പായ്ക്കൊരു ആന ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും നമുക്കറിയാമല്ലോ ഈ ഇന്ത്യ ചരിത്രം എങ്ങനെയായിരുന്നു. നാട്ടുരാജ്യങ്ങളായിട്ട് വിഘടിച്ച് കിടന്നതായിരുന്നു. അത് തമ്മിൽ യുദ്ധങ്ങളും കാര്യങ്ങളും. കേരളം തന്നെ തിരുവിതാംകൂർ, തിരുക്കൊച്ചി, മലബാർ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള സമരങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ്. ഈ പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു കൺസെപ്റ്റൊക്കെ തന്നെയാണ്. ആർക്കും അതിനായിട്ടൊന്നും അഖണ്ഡ ഭാരതം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അങ്ങനെ ഒരു അഖണ്ഡ ഭാരതം ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും നോർത്ത് സൗത്ത് ഡിവിഷൻ നല്ല വ്യക്തമാണ്. അത് വളരെ നമ്മളുടെ ഓരോ ഫണ്ട് അലോക്കേഷൻ്റെ കാര്യം എടുത്താലും അല്ലാതെ എടുത്താലും നമ്മൾ ഈ അത് പറഞ്ഞാൽ സെക്ടേറിയനിസം ആവും. പലപ്പോഴും നമ്മളെ സെൻസർ ചെയ്തിട്ട് മാത്രമാണ് നമ്മൾക്കുള്ള ഫണ്ട് അനുവദിക്കുന്നത് പോലും. പ്രത്യേകിച്ച് നമ്മളുടെ പശ്ചിമഘട്ടത്തിന് ഇപ്പുറത്തോട്ടുള്ള അല്ലെങ്കിൽ ദ്രാവിഡ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളെ കാണുന്നത് വേറെ രീതിയിൽ തന്നെയാണെന്നുള്ളത് ഫണ്ട് അലോക്കേഷനായിട്ട് ബന്ധപ്പെട്ട് മാത്രം നോക്കിയാൽ മതി. എന്നിട്ട് ഇവിടെ ഡെവലപ്ഡ് ആയതുകൊണ്ടാണ് ഫണ്ട് അലോക്കേറ്റ് ചെയ്യാത്തതെന്നൊക്കെയുള്ള ന്യായങ്ങളാണ് പറയുന്നതെങ്കിലും അത് അവർ തീരുമാനിക്കുന്നതാണ്. അവരിവിടെ വന്ന് നോക്കുന്നു. പണ്ട് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു വെള്ളപ്പൊക്ക ദുരന്തം ഉണ്ടാകുന്നു, അത് നോക്കുന്നുണ്ടെങ്കിൽ മുമ്പും കേരളം വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്കല്ല 55 നദികളും ഒരുപാട് ബാക്ക് വാട്ടേഴ്സും അതുപോലെ തന്നെ കുളങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ്. മേളിൽ നോക്കുമ്പോൾ എപ്പോൾ വന്നാലും കേരളം ഇതുപോലെ തന്നെ ഇരിക്കുന്നു. അപ്പോൾ വെള്ളപ്പൊക്കത്തിൽ ഇതുപോലെ തന്നെയാണ് കേരളം എന്ന് പറഞ്ഞിട്ട് അവർ റിപ്പോർട്ട് എഴുതിയിട്ട് പോകും, നമുക്കൊന്നും കിട്ടാറുമില്ല. അതുപോലെ തന്നെ വരൾച്ചയുടെ സമയത്ത് ഇവിടെ വരുന്നുണ്ട്. എപ്പോൾ നോക്കിയാലും ഇപ്പോൾ ഹിന്ദിക്കാർ പറയുന്ന ഹരിയാലി ഹരിയാലി, എവിടെ നോക്കിയാലും ഹരിയാലി ആണല്ലോ, പച്ചപ്പ് കാണുന്നുണ്ടല്ലോ. ഞങ്ങളുടെ പോലെ ഒരു ഡ്രൈ പ്രദേശമല്ലല്ലോ. വരിക ഒറ്റക്കാരിയാണ് ചോദിക്കാനുള്ളത്. ഒരു വനിത മാത്രം മതിയോ തുല്യതയ്ക്ക്? ഒരു പരിഹാസച്ചിരിയോടെയുള്ള ശിവൻകുട്ടിയുടെ ചോദ്യം എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഇതിനകത്ത് ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ പടം വെച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ മാപ്പോട് കൂടി കൃത്യമായിട്ടുള്ള ഒരു മാപ്പോട് കൂടിയാണ് ഈ കാവിക്കൊടിയൊക്കെ ഒഴിവാക്കിയത്, ഭാരതത്തിൻ്റെ പതാകയാണ് വെച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും വരത്തില്ല. അതൊന്നുമല്ല, ഭാരതത്തിൻ്റെ ദേശീയ പതാകയല്ല, മാപ്പ് കറക്റ്റ് അല്ല. പിന്നെ ഈ പറഞ്ഞ കണക്കല്ല ചില വെസ്റ്റേൺ ഇൻട്രസ്റ്റിന് വേണ്ടി ചില പൊളിറ്റിക്കൽ ഫ്രിഞ്ച് ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എതിർക്കേണ്ട തന്നെ ചെയ്യും. പക്ഷേ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് ഇത്തരം സാധനങ്ങൾ വേവിച്ചെടുക്കാൻ ഇച്ചിരി പാടാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ചുകൂടെ ഒരു സെക്യുലർ ആയിട്ടുള്ള വളരെ ഒരു സെക്യുലർ ഫാബ്രിക് ഇപ്പോഴും അത് നിലനിൽക്കുന്ന സ്ഥലമാണ്. അത് RSS എത്ര നാളായിട്ട് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മന്ത്രി എന്താണ് ഉദ്ദേശിക്കുന്നത്? ആവർത്തിച്ച് ഞാൻ ചോദിക്കുകയാണ്, എന്താണ് രാഷ്ട്രപിതാവിന് തന്നെ ആയിരിക്കും. മാതാവെന്ന് പറഞ്ഞാൽ പിതാവും കൂടെ വേണ്ടേ? മാതൃസങ്കല്പം മാത്രം മതിയോ? പിതൃസങ്കല്പം രാഷ്ട്രപിതാവിന് രാഷ്ട്രമാതാവാരാണ് സർ. അതെ, ആ ഈ പറഞ്ഞതുപോലെ ആരാ രാഷ്ട്രമാതാവ്? ഇത് അനാവശ്യമായ വിവാദമാണ് സത്യത്തിൽ. ഇത് സാഫ്രണൈസ് കാവ്യവൽക്കരണം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. കെട്ടടങ്ങിയ സാധനമാണ്. ആരാണ് ഈ വിവാദത്തിന് പിന്നിൽ? അർലേക്കർ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയം വേണ്ട. അർലേക്കർ എന്തിനാണ് അത് പ്രദർശിപ്പിച്ചത്? അയാളുടെ ഐഡിയോളജി ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം ബഹുമാനപ്പെട്ട ഗവർണർ തന്നെയാണ്. രാജ്ഭവനിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഗവർണറാണ്. രാജ്ഭവനിൽ എന്ത് ചെയ്യണം, എന്ത് വെക്കണം എന്ന് തീരുമാനിക്കുന്നത് ഗവർണറാണ്. അല്ലാതെ വി ശിവൻകുട്ടിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോ അല്ല. അതൊരു ഗവൺമെന്റ് ഓഫീസാണെന്നേ. അവിടെ ഈ പറഞ്ഞ കണക്കല്ല രാഷ്ട്രീയം കലർത്താൻ പറ്റില്ല. ഇപ്പം ഈ സെക്രട്ടേറിയറ്റിനകത്ത് ഇതുപോലെ വേറെ ആരുടെയെങ്കിലും പടം എടുത്ത് വെച്ചിട്ട് ഈ പറഞ്ഞ കണക്കല്ല ഇങ്ങനെയാണ് ഞങ്ങൾ ആരാധിക്കുന്ന ആളുകളാണ്. സർക്കാർ പരിപാടിയിൽ ചെഗുവേരയുടെ ചിത്രമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. സർക്കാർ പരിപാടികളിൽ ചെഗുവേരയുടെ ചിത്രമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പരിപാടിയിലൊന്നും ഉപയോഗിച്ചിട്ടില്ല. കൊടി വീശിയിട്ടുണ്ടാവും. ഡോക്ടർ ജയരാജ് പബ്ലിക്കാണ്. ഒഫീഷ്യൽ പ്രോഗ്രാം അല്ല. ഒഫീഷ്യൽ പ്രോഗ്രാമിൽ ഒന്നും ചെയ്തിട്ടില്ല. ചെയ്തിരുന്നെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും വെറുതെ വിടുകയും ചെയ്യില്ലായിരുന്നു. അങ്ങനെയൊന്നും ഒരു ഈ പറഞ്ഞ കണക്കല്ല ചുവപ്പ് വൽക്കരിക്കാനുള്ള ശ്രമമൊന്നുമില്ല. ഇവിടുത്തെ ജനങ്ങളൊക്കെ വളരെ സെക്യുലർ ആണ്. അത് കൃത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിനകത്ത് ഇനി എത്ര വർഗീയ വിഷം കുത്തിക്കയറ്റാൻ ഇവിടെ പ്രൂവ്ഡ് ആണ്, ഇവിടെ തെളിയിക്കപ്പെട്ടതാണ്. അത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. സെക്യുലറിസം സെലക്റ്റീവായിട്ട് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഡോക്ടർ ജയരാജ്?